സനൂപ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിമത ഭീഷണി നേരിടുന്നത് UDF തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അസാധാരണമായ വിധത്തിൽ വിമതന്മാർ CPM-നകത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. CPM-നെതിരെ നിരവധി ആളുകൾ മത്സരിക്കാൻ അവർക്കിടയിൽ തന്നെ വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ വിമത ഭീഷണിയെ മുന്നണികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സനൂപ? അമൃത, കഴിഞ്ഞ തവണത്തേക്കാൾ താരതമ്യേന വിമതരുടെ എണ്ണം കുറവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കോൺഗ്രസിൽ പോലും വലിയ രീതിയിലുള്ള ബഹളം ഇല്ലാതെ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള ബഹളമൊന്നുമില്ലാതെ കോൺഗ്രസിന് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മറ്റ് ജില്ലകളിലും അങ്ങനെയൊക്കെയാണ്. ചില ഇടങ്ങളിലാണ് ഈ കാര്യമായിട്ട് വിമത ശല്യം കോൺഗ്രസ് നേരിടുന്നത്. അതിനോടൊപ്പം തന്നെ CPM നേരിടുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് CPM-ന് കോർപ്പറേഷനിൽ വിമത ശല്യം നേരിടേണ്ടി വന്നത്. ഉള്ളൂരിലും വാഴോട്ടുകോണത്തും അതേപോലെ ചെമ്പഴന്തിയിലും. അങ്ങനെ ഇവരുമായിട്ട് നിലവിൽ ഇപ്പോൾ ചർച്ചകളും കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. തൽക്കാലത്തേക്ക് ഈ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ അവരുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു CPM-ന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ LDF അവരുടെ എല്ലാത്തിന്റെയും സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് അല്പസമയം മുമ്പ് ഈ വാർത്താ സമ്മേളനം നടത്തിയ MP ഗോവിന്ദനടക്കം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കോൺഗ്രസിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ആറ്റിങ്ങൽ നഗരസഭയിൽ വരുമ്പോൾ അവിടെ തന്നെ കോൺഗ്രസുകാർ തമ്മിലടിക്കുന്ന ഒരു കാഴ്ചയും ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലം, പത്തനംതിട്ട അതേപോലെ തെക്കൻ ജില്ലകളിലൊക്കെ താരതമ്യേന വിമതരുടെ ശല്യം കുറവായിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമായിട്ട് കോൺഗ്രസ് ക്യാമ്പ് എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വലിയ രീതിയിലുള്ള ആവേശം അണികളിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ചിലയിടങ്ങളിലുള്ള വിമത ശല്യം കാര്യമായിട്ട് UDF-ന്റെ മുന്നണിയെ ബാധിക്കില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ തന്നെ യുവാക്കൾക്ക് വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം നൽകിയില്ല എന്ന് പറഞ്ഞ് പലയിടങ്ങളിലും ഈ പ്രശ്നമൊക്കെ ഉയർന്നു വന്ന് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇനിയിപ്പോ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം പൂർത്തിയാകുമ്പോഴേക്കും ഈ പറയുന്ന പോലെ ഇനി നാളെ സൂക്ഷ്മ പരിശോധനയാണ്. അതിൽ കുറച്ചു പേരുടെയെങ്കിലും ഈ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോവും. 3 ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾ കൂടി ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലടക്കമുള്ള തീരുമാനം നാളത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുള്ളൂ. ഈ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ്. അപ്പോൾ അതിനു മുമ്പേ കുറച്ച് വിമതരെയെങ്കിലും അനുനയിപ്പിക്കാൻ വേണ്ടി മുന്നണികളെല്ലാം തന്നെ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തിങ്കളാഴ്ചത്തെ അതോടുകൂടി കഴിഞ്ഞാൽ, തിങ്കളാഴ്ചത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം കൂടി കഴിഞ്ഞാൽ, ഈ പിൻവലിക്കാനുള്ള ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നത് തീ പാറുന്ന പോരാട്ടം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നിപ്പോ BJP-യുടെ VV രാജേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുകയാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ എങ്ങനെ മറ്റു മുന്നണികളൊക്കെ കാണുന്നുണ്ട്? ഈ പറയുന്ന പോലെ ഏറ്റവും സ്റ്റാർ പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. അപ്പോൾ ആ കോർപ്പറേഷനിലെ മത്സരത്തിലടക്കം 3 മുന്നണികളും സജീവമായിട്ട് രംഗത്തുണ്ട്. കോൺഗ്രസിന്റെ നില തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെയാണെന്നുള്ള കാര്യം അമൃത നമുക്കറിയാം. 10 സീറ്റിൽ മാത്രമാണ് UDF-ന് നേടാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അവർ ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കി മുൻ MLA ആയിട്ടുള്ള ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാണിച്ച് രംഗത്തുകൊണ്ട് വരുമ്പോൾ ഒരു മാറ്റം UDF-ഉം പ്രതീക്ഷിക്കുന്നുണ്ട്. 10-ൽ കൂടുതൽ എത്ര സീറ്റ് കിട്ടിയാലും അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ലാഭം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക്. പക്ഷേ അത് നിലനിർത്തുക, ഈ കഴിഞ്ഞ 45 വർഷമായിട്ട് കയ്യിൽ പിടിച്ചു വച്ചിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അത് ഒരു കാരണവശാലും ഈ വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഒരു ഘട്ടമാണ് ഈ LDF-ന് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ BJP-യുമായിട്ട് കടുത്ത പോരാട്ടം പല വാർഡുകളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ അവിടുത്തെ BJP-യുടെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. നമുക്കറിയാം തിരുമന അനിലിന്റെ ആത്മഹത്യ, അതുപോലെ തന്നെ ഈ സീറ്റ് നിഷേധിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ, ഇതൊക്കെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടില്ലേ BJP നേതൃത്വത്തെ? ഈ ചില വാർഡുകൾ മാത്രമേ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവൂ എന്നാണ് BJP ക്യാമ്പ് വിശ്വസിക്കുന്നത്. അനിലിന്റെ മരണമായാലും ആനന്ദിന്റെ മരണമായാലും അങ്ങനെ ചില പ്രദേശങ്ങളൊക്കെ. പക്ഷേ ഈ കാലാകാലങ്ങളായിട്ട് BJP ജയിച്ചു വരുന്ന വാർഡുകളിൽ, അതായത് ഇപ്പോൾ 34 സീറ്റ്, വെള്ളാർ കൂടി ഉണ്ടായിരുന്നു, 35 ആയിരുന്നു കഴിഞ്ഞ തവണ ജയിക്കുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്ന മൊത്തം സീറ്റുകളുടെ എണ്ണം. പക്ഷേ വെള്ളാറിൽ